ഹായ് എല്ലാവർക്കും ജിക്കൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ കെമിസ്ട്രി ഓർഗാനിക് സീരീസിലെ പാർട്ട് 16 വീഡിയോ ആണ്. ഈ വീഡിയോ നമ്മൾ വില്യംസൺസ് ഈതർ റിയാക്ഷനാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇതൊരു എക്സാം പെർസ്പെക്റ്റീവ് എന്നുള്ള വീഡിയോ ആയിരിക്കും. അതായത് മെക്കാനിസത്തിലോട്ട് നമ്മൾ പോകുന്നില്ല. നമ്മൾ റിയാക്ടർ റിയേജൻറ്റ് പ്രൊഡക്റ്റ് എങ്ങനെ ഏതായിരിക്കും അതൊക്കെ ആയിരിക്കും നമ്മൾ നോക്കാൻ പോകുന്നത്. വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. വില്യംസൺസ് ഈതർ സിന്തസിസ് പേരിൽ തന്നെയുണ്ട്. ഈതർ സിന്തസിസ് ആണ്, അതായത് ഈതർ ഫോം ചെയ്യുന്ന ഒരു റിയാക്ഷനാണ് അല്ലേ. ഈതറിൻ്റെ ഫോർമുല എന്താണ്? ROR. ഈതറാണ് ഈ റിയാക്ഷന് ഫോം ആകുന്നത്. അപ്പോൾ പ്രോഡക്റ്റ് നമുക്ക് പേര് തന്നെ കിട്ടി. എക്സാമിൽ പേരൊന്നും കാണത്തില്ല. അപ്പോൾ റിയാക്റ്റൻ്റ് റിയേജൻറ്റ് നോക്കിയായിരിക്കണം നമ്മൾ പ്രോഡക്റ്റ് ഗസ് ചെയ്യാൻ. റിയാക്റ്റൻ്റ് റിയേജൻറ്റ് പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഇതൊരു SN2 റിയാക്ഷനാണ്. എന്താണ്? ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനാണ്. അത് സെക്കൻഡ് ഓർഡർ. ഇപ്പോൾ SN2 റിയാക്ഷൻ എന്ത് റിയാക്റ്റൻ്റിലാണ് കാണാറുള്ളത്? ആൽക്കൈൽ ഹാലൈഡ്. ആൽക്കൈൽ ഹാലൈഡ്സിലല്ലേ SN2 റിയാക്ഷൻ കാണാറുള്ളത്. അപ്പോൾ ഇവിടുത്തെ റിയാക്റ്റൻ്റ് എന്തായിരിക്കും? ആൽക്കൈൽ ഹാലൈഡ് ആയിരിക്കും. ആൽക്കൈൽ ഗ്രൂപ്പാണ്, നമ്മുടെ X ഹാലജനാണ്. SN2 റിയാക്ഷനിൽ പിന്നെ മെയിൻലി നമ്മൾ കാണുന്നൊരു സംഭവമാണ് ഇൻവേർഷൻ. 100% ഇൻവേർഷൻ നടക്കുന്ന റിയാക്ഷനാണ് SN2 റിയാക്ഷൻ. ഇൻവേർഷൻ എന്ന് വെച്ചാൽ എന്തായിരുന്നു? സപ്പോസ് ഇങ്ങനെ ഇതാണ് നമ്മുടെ റിയാക്റ്റൻ്റ്. ഒരു ന്യൂക്ലിയോഫൈൽ അറ്റാക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് എന്തായിരിക്കും? ക്ലോറിൻ A സൈഡായിരുന്നേ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ആയിരിക്കും അടുത്ത് വരുന്ന ന്യൂക്ലിയോഫൈൽ അറ്റാക്ക് ചെയ്യുന്നത്. അതായത് ലീവിങ് ഗ്രൂപ്പ് ഏതാണ് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിരിക്കും ഇൻകമ്മിങ് ഗ്രൂപ്പ് വരുന്നത്. ഇൻവേർട്ടഡ് ആയിട്ടുള്ള സൈഡിലായിരിക്കും. അതിനാണ് നമ്മൾ ഇൻവേർഷൻ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അത് അത്ര നമ്മൾ കണ്ടിരുന്നു. പക്ഷേ ആക്ച്വലി ഈ ഒരു റീപ്രസെൻറ്റേഷൻ ഉണ്ടല്ലോ ഞാനിവിടെ വരച്ച് വെച്ചിരിക്കുന്നത്, ഈ ഒരു റീപ്രസെൻറ്റേഷൻ തെറ്റാണ്. കാരണം ഇത് 2D ആയിട്ടാണ് വരച്ചിരിക്കുന്നത്. എല്ലാം വരച്ചിരിക്കുന്നത് ഈ ബോർഡിൽ തന്നെയാണ്. അങ്ങനെ ആക്ച്വലി നമുക്ക് റിയാക്ഷൻ കാണിക്കാൻ പറ്റത്തില്ല. കാരണം ഇപ്പം ക്ലോറിനെ ഒറ്റ വരെ കാണിച്ചു, OHനെ ഒരു വരെ കാണിച്ചു. അതൊരു തെറ്റ് പ്രസൻറ്റേഷനാണ്. ആക്ച്വലി നമ്മൾ 3D ആയിട്ടാണ് കാണിക്കേണ്ടത്. എന്താണ്? 3D ആയിട്ടാണ് കാണിക്കേണ്ടത്. അപ്പോൾ 3D എങ്ങനെ വരയ്ക്കാൻ പറ്റും നമുക്ക്? ഒരു പ്ലെയിനിൽ 3D വരയ്ക്കാൻ പാടാണ്. അപ്പോൾ നമ്മൾ ഡാഷും വെഡ്ജും യൂസ് ചെയ്യും. എന്ത് യൂസ് ചെയ്യും? ഇതിനാണ് വെഡ്ജ് എന്ന് പറയുന്നത്, നമ്മൾ ഡാഷ് എന്ന് പറയുന്നത്. ഡാഷ് വെഡ്ജ് യൂസ് ചെയ്താണ് നമ്മൾ 3D ആയിട്ട് നമ്മൾ ഈ കോമ്പൗണ്ടിനെ കാണിക്കാൻ പോകുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം. സപ്പോസ് രണ്ട് റിയാക്ഷൻ ഇങ്ങോട്ട് ചെയ്യുന്നു. ഇത് ഫസ്റ്റ് റിയാക്ഷൻ, ഇത് സെക്കൻഡ് റിയാക്ഷൻ. രണ്ട് എന്ത് റിയാക്ഷനാണ്? SN2 റിയാക്ഷനാണ്. അതായത് ഇൻവേർഷൻ നടക്കുന്ന റിയാക്ഷനാണ്. ഈ Cl ഇവിടുന്ന് പോവും, അതിൻ്റെ സ്ഥലത്ത് OH വരും നമുക്കറിയാം. Cl ഡാഷിലാണ് അല്ലേ. ഇതിനാണ് ഡാഷ് എന്ന് പറയുന്നത്, വെഡ്ജ് എന്ന് പറയുന്നത്. ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? വെഡ്ജ് എന്ന് പറയുന്നത്. വെഡ്ജിൻ്റെ അടുത്ത് എന്താണെന്നറിയാമോ? ഇറ്റ്സ് ഔട്ട് ഓഫ് ദ പ്ലെയിൻ. അതായത് ഈ ചെയിന്, ഈ കാർബണിൻ്റെ ചെയിൻ ഈ പ്ലെയിനിലാണെങ്കിൽ ഈ Cl ഗ്രൂപ്പ് രണ്ട് ഇങ്ങനെ ഇരിക്കുമായിരിക്കും, പുറത്തോട്ടിരിക്കുക, ഔട്ട് ഓഫ് ദ പ്ലെയിൻ. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? വെഡ്ജ് എന്ന് പറയുന്നത്. അപ്പോൾ ഡാഷ് എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ ചെയിനാണെങ്കിൽ ഈ Cl ഗ്രൂപ്പ് അകത്തോട്ടിരിക്കും. അതായത് ഈ ബോർഡിൻ്റെ അപ്പുറത്തെ സൈഡിലായിരിക്കും Cl ഉള്ളത്. വെഡ്ജ് എന്ന് വെച്ചാൽ ഈ ബോണ്ടിൻ്റെ ഇങ്ങനെ നിൽക്കുക, പുറത്തോട്ട് നിൽക്കുക. ഡാഷ് എന്ന് വെച്ചാൽ ഈ ചെയിൻ്റെ അപ്പുറത്തെ സൈഡിലായിരിക്കും, ഈ ബോർഡിൻ്റെ അപ്പുറത്തെ സൈഡിലോട്ടായിരിക്കും Cl നിൽക്കുന്നത്. അപ്പോൾ സപ്പോസ് ഇത് വെഡ്ജിലാണെങ്കിൽ OH റിയാക്ട് ചെയ്ത് കഴിയുമ്പോൾ OH എങ്ങനെ വരും? OH ഡാഷ് വരത്തില്ലേ? അതായത് ഇവിടെ ഏതായിരുന്നു? വെഡ്ജ് ആണെങ്കിൽ ഇവിടെ നേരെ ഓപ്പോസിറ്റ് ഡാഷ് വരും. ഇവിടെ സപ്പോസ് ഡാഷ് ആയിരുന്നെങ്കിൽ OH വെഡ്ജിലും വരും. SN2 റിയാക്ഷൻ ഇൻവേർഷൻ നടക്കും. ആദ്യം ഏത് പൊസിഷനിലായിരിക്കും? അതിൻ്റെ ഓപ്പോസിറ്റ് പൊസിഷനിലായിരിക്കും റിയാക്ഷൻ കഴിയുമ്പം ന്യൂക്ലിയോഫൈൽ വരുന്നത്. സോ അതിൻ്റെ ഒരു കോൺസെപ്റ്റ് ഇവിടെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത്. അടുത്ത് നമുക്ക് റിയേജൻറ്റ് നോക്കാം. റിയാക്റ്റൻ്റ് കണ്ടു, ആൽക്കൈൽ ഹാലൈഡ് ആണ്. റിയേജൻ്റാണ് RONA. ഇങ്ങനെ റിയേജൻറ്റ് നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതിൻ്റെ പേരാണ് സോഡിയം ആൽക്കോക്സൈഡ്. ആൽക്ക് എന്ന് വെച്ചാൽ ആൽക്കൈൽ ഗ്രൂപ്പാണ്. ഓക്സൈഡ് എന്ന് വെച്ചാൽ ഓക്സിജൻ ഉള്ളതുകൊണ്ട് ഓക്സൈഡ് നമ്മൾ പറയുന്നു. ഫോർ എക്സാമ്പിൾ CH3ON. ഇതിൻ്റെ പേരെന്ത് വരിക്കും? സോഡിയം. ആൽക്കിൻ്റെ സ്ഥലത്ത് എന്ത് വരും? ഒരു കാർബൺ അല്ലേ CH3 ഉള്ളത്. അപ്പോൾ നമ്മൾ മെത്ത് ആണ് യൂസ് ചെയ്യുന്നത്. മെത്ത് എന്ന് പറഞ്ഞ പ്രിഫിക്സ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ മെത്തോക്സൈഡ് എന്ന് വരും. മനസ്സിലായോ?
സപ്പോസ് C2H5OH സോറി ONA അങ്ങനെയാണെങ്കിൽ എന്ത് പേര് വരും? C2 രണ്ട് കാർബൺ വരുമ്പോൾ എന്ത് പ്രിഫിക്സ് ആണ് വരുന്നത്? എത്ത് എന്ന് പറഞ്ഞ പ്രിഫിക്സ് ആണ് വരുന്നത്. അപ്പോൾ സോഡിയം എത്തോക്സൈഡ് എന്ന് വരും. ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾ റിയാക്റ്റൻ്റ് കണ്ടു, റിയേജൻറ്റ് കണ്ടു. ഇനി നമുക്ക് പ്രൊഡക്റ്റിലോട്ട് പോവാം. എന്തായിരിക്കും പ്രൊഡക്റ്റ് ഫോം ചെയ്യുന്നത്? ഒരു എക്സാമ്പിൾ നോക്കൂ. CH3ONA, അതായത് നമ്മുടെ സോഡിയം മെത്തോക്സൈഡാണ് ഇവിടെ ഉള്ളത്. ഒരു റിയാക്റ്റൻ്റ് ഉണ്ട്. മറ്റേ റിയാക്റ്റൻ്റ് ആൽക്കൈൽ ഹാലൈഡാണ്. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? വില്യംസൺസ് ഈതർ സിന്തസിസ് ആണ് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇനി റിയാക്ഷൻ എങ്ങനെ പ്രൊസീഡ് ചെയ്യുമെന്ന് നോക്കാം. സോഡിയം ഗ്രൂപ്പ് 1 ഒരു എലിമെൻ്റാണ്. അപ്പോൾ ഗ്രൂപ്പ് 1 എലിമെൻറ്റ് ഡിസോസിയേറ്റ് കഴിയുമ്പോൾ എന്ത് ചാർജാണ് കിട്ടുന്നതിന്? പോസിറ്റീവ് ചാർജാണ് കിട്ടുന്നത്. സോഡിയം മെറ്റലാണ്, ഗ്രൂപ്പ് 1 അപ്പോൾ അതിനെപ്പോഴും പോസിറ്റീവ് ചാർജ് കിട്ടും. ക്ലോറിൻ ഒരു ഹാലജനാണ്, ഗ്രൂപ്പ് 17 ഗുഡ് ലീവിങ് ഗ്രൂപ്പാണ്. അതായത് ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ ഇതിന് എന്ത് ചാർജ് കിട്ടും? നെഗറ്റീവ് ചാർജ് കിട്ടും. ക്ലോറിൻ എപ്പോഴും നെഗറ്റീവ് ചാർജാണ് നമ്മൾ ഇതുവരെ കണ്ടുവരുവാണ്. അപ്പോൾ ക്ലോറിൻ നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ ഈ ഗ്രൂപ്പിന് എന്ത് ചാർജ് ആയിരിക്കും? ഒബ്വിയസ്ലി പോസിറ്റീവ് ചാർജ് ആയിരിക്കും അല്ലേ? അപ്പോൾ സോഡിയത്തിന് പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ഓക്സിജൻ എന്ത് ചാർജ് ആയിരിക്കും? നെഗറ്റീവ് ചാർജ് ആയിരിക്കും. ഇനി ജസ്റ്റ് റീഅറേഞ്ച്മെൻറ്റ് നടക്കും. അതായത് ഈ ഒരു നെഗറ്റീവ് ചാർജ് ഈ പോസിറ്റീവ് ചാർജിൻ്റെ കൂടെ പോകും. അതുപോലെ ഈ ഒരു നെഗറ്റീവ് ചാർജ് മറ്റേ പോസിറ്റീവ് ചാർജിൻ്റെ കൂടെയും പോകും. ഇത്രയേ ഉള്ളൂ. ആദ്യം ONAയും ആൽക്കൈൽ ഹാലൈഡിൻ്റെ ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നു, പോസിറ്റീവും നെഗറ്റീവും ചാർജസ് ഫോം ആകുന്നു. പിന്നെ അത് റീഅറേഞ്ച്മെൻറ്റ് നടക്കുന്നു. അപ്പോൾ റീഅറേഞ്ച്മെൻറ്റ് കഴിഞ്ഞിട്ട് എന്ത് ഫോം ആകും നമുക്ക് നോക്കാം. ഇവിടുത്തെ CH3O എന്തുമായിട്ട് ബോണ്ട് ഫോം ചെയ്യുന്നു? ഈ C2H5 ബോണ്ട് ഫോം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ NAയും ഈ Clലും വേറെ ബോണ്ട് ഫോം ചെയ്യുന്നു. ഇത് ROR സ്ട്രക്ചർ അല്ലേ? ആൽക്കൈൽ ഗ്രൂപ്പ് ഉണ്ട്, ഒരു ഓക്സിജൻ ഉണ്ട്, വീണ്ടും ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് ഉണ്ട്. ഇതിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞുകൊണ്ടിരുന്നത്? ഈത്തർ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ? അപ്പോൾ അതാണ് നമ്മുടെ ഫസ്റ്റ് എക്സാമ്പിൾ. അടുത്ത എക്സാമ്പിൾ നോക്കാം. CH3ONA സോഡിയം മെത്തോക്സൈഡാണ് ഒരു റിയാക്റ്റൻറ്റ്. മറ്റേ റിയാക്റ്റൻറ്റ് ക്ലോറിൻ മാർക്ക് ചെയ്തിട്ടില്ല. ഇങ്ങനെയും കൂടെ വരും. ഇത് ആൽക്കൈൽ ഹാലൈഡാണ്. അപ്പോൾ നമുക്ക് വില്യംസൺസ് ഈതർ സിന്തസിസ് ആണ് നമുക്ക് മനസ്സിലായി. ഇനി ബോണ്ട് എങ്ങനെ ബ്രേക്ക് ചെയ്യും നോക്കാം. OUNAയുടെ ബോണ്ട് ബ്രേക്ക് ചെയ്യും. അതുപോലെ തന്നെ ആൽക്കൈലും ക്ലോറിൻ്റെ ബിറ്റ്വീനുള്ള ബോണ്ട് ബ്രേക്ക് ചെയ്യും. ക്ലോറിൻ എന്ത് ചാർജാണ് വരുന്നത്? നെഗറ്റീവ് ചാർജാണ് വരുന്നത്. കാരണം ഗ്രൂപ്പ് 17 ഒരു എലിമെൻ്റാണ്. ആൽക്കൈൽ ഗ്രൂപ്പിന് എന്ത് ചാർജ് വരും? പോസിറ്റീവ് ചാർജ് വരും. NAക്ക് എന്ത് ചാർജാണ് കിട്ടാറുള്ളത്? പോസിറ്റീവ് ചാർജാണ് കിട്ടാറുള്ളത്. ഓക്സിജൻ എന്ത് ചാർജാണ് കിട്ടാറുള്ളത്? നെഗറ്റീവ് ചാർജാണ് കിട്ടാറുള്ളത്. ഇനി എന്ത് നടക്കും? റീഅറേഞ്ച്മെൻറ്റ് നടക്കും. നെഗറ്റീവ് ചാർജ്, പോസിറ്റീവ് ചാർജ്, നെഗറ്റീവ് ചാർജ്, പോസിറ്റീവ് ചാർജ്. അതുപോലെ തന്നെ അടുത്ത നെഗറ്റീവും അടുത്ത പോസിറ്റീവും. ഇനി റീഅറേഞ്ച് ചെയ്ത് എന്ത് കിട്ടും നമുക്ക് നോക്കാം. CH3O എവിടെ വരും? ഈ ഗ്രൂപ്പിൻ്റെ ഇവിടെ വരും അല്ലേ? ഇവിടെ ഓൾറെഡി വെഡ്ജിലാണ് ഈ Cl ഇരിക്കുന്നത്. വെഡ്ജിലല്ലേ? വെഡ്ജ് എന്ന് വെച്ചാൽ ഔട്ട് ഓഫ് ദ പ്ലെയിൻ ഇരിക്കുന്നത്. SN2 റിയാക്ഷൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് വന്നിട്ട് അറ്റാച്ച് ചെയ്യുമ്പോൾ ഈ ഗ്രൂപ്പ് വന്നിട്ട് ഇവിടെ വന്ന് അറ്റാച്ച് ചെയ്യുമ്പോൾ എന്ത് സ്റ്റീരിയോ കെമിസ്ട്രിയിലാണ് വരുന്നത്? വെഡ്ജിലാണ് ഡാഷ് വരുമോ? ഡാഷ് വരും. കാരണം ഇവിടെ എന്താണ് ഇതിൻ്റെ ഓപ്പോസിറ്റ് അല്ലേ SN2 റിയാക്ഷൻ കഴിയുമ്പോൾ വരുന്നത്? വെഡ്ജ് ആണെങ്കിൽ ഡാഷ് ആകും, ഡാഷ് ആണെങ്കിൽ വെഡ്ജ് ആകും. അപ്പോൾ ഈ ഒരു ഗ്രൂപ്പ് ഇവിടെ ഇങ്ങനെ വരും. മനസ്സിലായോ? ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. കാരണം SN2 റിയാക്ഷൻ ആയതുകൊണ്ട് Clൻ്റെ സ്ഥലത്ത് CH3O വരും. അത് നമ്മൾ ഇവിടെയും കണ്ടു. ഈ Clൻ്റെ സ്ഥലത്തല്ലേ ഈ ഗ്രൂപ്പ് വന്നത്? ഈ Clൻ്റെ സ്ഥലത്ത് ആ ഗ്രൂപ്പ് വന്നിട്ട് ഇതായി, ഈത്തർ ഫോമായി. ഇവിടെ ഈത്തറാണ് ഫോം ചെയ്യുന്നത്. വ്യത്യാസം ഇത്രയേ ഉള്ളൂ. ഇവിടെ Cl വെഡ്ജിലായിരുന്നു, അത് മാറി അടുത്ത ഗ്രൂപ്പ് ഡാഷിലാണ് വരുന്നത്. അതിന് ഇവിടുത്തെ എന്ത് വരും? NaCl കൂടെ വരും. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. CH3ONA പിന്നെ ഒരു ആൽക്കൈൽ ഹാലൈഡും. അപ്പോൾ എന്തുണ്ട്? സോഡിയം എത്തോക്സൈഡും ഉണ്ട്, ആൽക്കൈൽ ഹാലൈഡും ഉണ്ട്. ഇത് നിങ്ങൾക്ക് തന്നെ ചെയ്യാനുള്ളതേ ഉള്ളൂ. നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ കൂട്ട് തന്നെയാണ്. ഓക്സിജനും NAയുടെ ബോണ്ട് ബ്രേക്ക് ആകും. അപ്പോൾ ഇതെന്താ ഓക്സിജനും NAയുടെ ബോണ്ട് ബ്രേക്ക് ആണ്, വേറെ ബോണ്ടൊന്നും എന്താ ഈ കോമ്പൗണ്ടിൽ ബ്രേക്ക് ചെയ്യാത്ത നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ, ഈ കോമ്പൗണ്ടിലെ ഏറ്റവും വീക്കസ്റ്റ് ബോണ്ട് ഓക്സിജനും NAയും ആണ്. അതുകൊണ്ടാണ് ആ ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നത്. ഓക്സിജൻ എന്ത് ചാർജ് ആയിട്ടും? നെഗറ്റീവ് ചാർജ്. സോഡിയത്തിന് ചാർജ്? പോസിറ്റീവ് ചാർജ്.
ആൽക്കൈൽ ഹാലൈഡിലെ ഏറ്റവും വീക്ക് ബോണ്ട് ആൽക്കൈലും ഹാലജനുമാണ്. കാരണം ക്ലോറിൻ ഓൾറെഡി ഒരു ഇലക്ട്രോ നെഗറ്റീവ് ഗ്രൂപ്പാണ്, നല്ലൊരു ഇലക്ട്രോ നെഗറ്റീവ് ഗ്രൂപ്പാണ്. അതായത് ഈ ബോണ്ടിലെ ഇലക്ട്രോൺസ് വലിക്കാനുള്ള ടെൻഡൻസി ഉള്ള ഗ്രൂപ്പാണ്. അപ്പോൾ ആ ഗ്രൂപ്പ് റിയാക്ഷനിൽ പങ്കെടുക്കുമ്പോൾ ഓൾറെഡി ആ ഇലക്ട്രോൺസ് എടുത്തോണ്ട് പോകും, ആ ബോണ്ട് പെട്ടെന്ന് ബ്രേക്ക് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ബ്രേക്ക് ചെയ്യുന്നു, Cl നെഗറ്റീവ് ആകുന്നു, ആൽക്കൈൽ ഗ്രൂപ്പ് പോസിറ്റീവ് ആകുന്നു. ഇനി എന്താണ്, ഇനി ഒന്നുമില്ല, ഈസിയാണ്. റീഅറേഞ്ച്മെൻറ്റ് വരും. ഈ നെഗറ്റീവ് ചാർജ് ഈ പോസിറ്റീവ് ചാർജ് വന്ന് അറ്റാക്ക് ചെയ്യും, അതുപോലെ ഈ നെഗറ്റീവ് ചാർജ് പോസിറ്റീവ് ചാർജ് വന്ന് അറ്റാക്ക് ചെയ്യും. ഇവിടെ വെഡ്ജാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായിരിക്കും പ്രൊഡക്റ്റ് വരുന്നത്? ഡാഷ് ആയിരിക്കും പ്രൊഡക്റ്റ് വരുന്നത്. ഇതിങ്ങനെ ഇരിക്കും. വെഡ്ജിൻ്റെ സ്ഥലത്ത് ഇൻവേർഷൻ നടക്കും, SN2 റിയാക്ഷൻ ആയതുകൊണ്ട്. എന്നിട്ട് നമുക്ക് ഇവിടെ എന്ത് കിട്ടും? C2H5O എന്ന് വരും, പ്ലസ് NaCl. അടുത്ത റിയാക്ഷൻ നോക്കൂ. C2H5ONa, സോഡിയം എത്തോക്സൈഡ് ബോണ്ട് ഇങ്ങനെ ബ്രേക്ക് ചെയ്യും. പോസിറ്റീവ് ചാർജ്, നെഗറ്റീവ് ചാർജ്. ഇതാണ് നമ്മുടെ ഇത്രയും ആൽക്കൈൽ ഗ്രൂപ്പാണ്. ഇത് ഹാലജൻ. ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യും. ഇവിടെ നെഗറ്റീവ് ചാർജ്, ഇവിടെ പോസിറ്റീവ് ചാർജ്. ഇവിടെ വെഡ്ജും ഡാഷ് ഒന്നും പറഞ്ഞിട്ടില്ല, പക്ഷേ ഇവിടെയും നമുക്ക് ഇൻവേർഷൻ കാണിക്കാവുന്നതാണെന്നല്ല, കാണിക്കണം. Cl ഇവിടുന്ന് റിമൂവ് ആകും. അപ്പോൾ ഇത് ഇവിടെ നിന്ന് വന്ന് അറ്റാക്ക് ചെയ്യത്തില്ല. ഇവിടെ നിന്ന് അറ്റാക്ക് ചെയ്ത് എന്ത് പ്രൊഡക്റ്റ് കിട്ടും? നമുക്ക് ഇങ്ങനെ പ്രൊഡക്റ്റ് കിട്ടത്തില്ലേ? ഇങ്ങനെ കിട്ടത്തില്ലേ? C2H5O ഇവിടുന്ന് ബ്രേക്ക് ആകുന്നു, നെഗറ്റീവ് ചാർജ് വന്ന് ഇവിടെ പോസിറ്റീവ് ചാർജിൽ അറ്റാക്ക് ചെയ്യും. അപ്പോൾ ഇങ്ങനെ പ്രൊഡക്റ്റ് നമുക്ക് ആക്ച്വലി കിട്ടത്തില്ല. കാരണം എന്താണ്, ഇവിടെ ഇൻവേർഷൻ നടന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. ക്ലോറിൻ ഏതായിരുന്നു? അവിടെ തന്നെയല്ലേ OC2H5 വന്ന് അറ്റാക്ക് ചെയ്തേ. അങ്ങനെയാണോ SN2 റിയാക്ഷനിൽ വരുന്നത്? അല്ല, OC2H5 ഈ സൈഡിൽ വരണമായിരുന്നു അല്ലേ? അപ്പോൾ അങ്ങനെ വരത്തില്ല. എന്താണ് സംഭവിക്കുന്നത്? ഈ നെഗറ്റീവ് ചാർജിൻ്റെ ഇവിടുന്ന് വന്ന് അറ്റാക്ക് ചെയ്യുന്നത്. അപ്പോൾ എന്ത് പ്രൊഡക്റ്റ് കിട്ടും? നമുക്ക് പ്രൊഡക്റ്റ് കിട്ടും, നമുക്ക് ഇങ്ങനെ പ്രൊഡക്റ്റ് കിട്ടും. CH3, ഇവിടെ CH3 വരും. ഈ ഗ്രൂപ്പ് ഇവിടെ നിന്ന് അറ്റാക്ക് ചെയ്യുമ്പോൾ ഈ ഹൈഡ്രജൻ മറ്റേ സൈഡിലോട്ട് പോകും. ഹൈഡ്രജൻ ഒരു ചെറിയ ഗ്രൂപ്പാണ്, അതിനെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകാൻ പറഞ്ഞാൽ അത് പെട്ടെന്ന് പൊക്കോളും. ഇത് വലിയൊരു ഗ്രൂപ്പല്ലേ? അപ്പോൾ അത് വന്ന് അറ്റാക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഹൈഡ്രജൻ ഓട്ടോമാറ്റിക്കലി മറ്റേ സൈഡിലോട്ട് ഫ്ലിപ്പ് ആകും. പ്ലസ് NaCl. ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് നമുക്ക് വരുന്നത്. ഇൻവെർട്ടഡ് പ്രൊഡക്റ്റ് അല്ലേ? Cl ഈ സൈഡിലായിരുന്നു, പ്രൊഡക്റ്റ് ആയപ്പോൾ Clൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഇൻകമിങ് ന്യൂക്ലിയോഫൈൽ വന്ന് അറ്റാക്ക് ചെയ്തത്. അടുത്തയാണ് വില്യംസൺസ് കണ്ടിന്യൂസ് ഈതർ സിന്തസിസ്. ഇപ്പോൾ നമ്മൾ ഇതുവരെ കണ്ടത് വെറും വില്യംസൺസ് ഈതർ സിന്തസിസ് ആയിരുന്നു. ഇനി വില്യംസൺസ് കണ്ടിന്യൂസ് ഈതർ സിന്തസിസ്. ഇവിടുത്തെ റിയാക്റ്റൻ്റ് വ്യത്യാസമുണ്ട്. ഇവിടുത്തെ റിയാക്റ്റൻ്റ് പ്രൈമറി ആൽക്കഹോളാണ്. ഇതാണ് പ്രൈമറി ആൽക്കഹോൾ, ROH. $140°C റിയാക്ട് ചെയ്യും. എന്തിൻ്റെ കൂടെ? കോൺസെൻട്രേറ്റഡ് H2SO4ൻ്റെ കൂടെ റിയാക്ട് ചെയ്യും. 140°C കോൺസെൻട്രേറ്റഡ് H2SO4. ഇവിടെ നമുക്ക് എന്താണ് പ്രൊഡക്റ്റ് കിട്ടേണ്ടത്? പ്രൊഡക്റ്റ് ഇവിടെ നമുക്ക് ഈത്തറാണ് കിട്ടേണ്ടത് അല്ലേ? ഈത്തർ എന്ന് വെച്ചാൽ ഫോർമുല ROR. R ഉണ്ട്, O ഉണ്ട് അല്ലേ? അപ്പോൾ ആക്ച്വലി രണ്ട് മോളിക്യൂളാണ് റിയാക്ട് ചെയ്യുന്നത്, ROH പ്ലസ് ROH. എന്നിട്ട് ഈ ഇവിടുന്ന് ഒരു ആറും വരും, ഒരു ഓക്സിജനും വരും, ഇവിടുന്ന് ഒരു ആറ് മാത്രം വരും. ഇത് ബാക്കി എന്തുകൊണ്ട്? ഒരു എച്ചും ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ എന്താണ്, ഒരു OH ഉണ്ടല്ലേ? എച്ചും OH കൂടെ കൂടി വാട്ടറായിട്ട് എലിമിനേറ്റ് ആവും. ബാക്കി എന്തുകൊണ്ട്? ROR എന്താണ്? ഈത്തറാണ്. അപ്പോൾ നമുക്ക് പ്രൊഡക്റ്റ് എന്ത് കിട്ടും? ROR പ്ലസ് H2O. മനസ്സിലായോ എങ്ങനെയാണ് റിയാക്ഷൻ നടന്നതെന്ന്? ROH ഉണ്ട്, കോൺസെൻട്രേറ്റ് HCl 140°C റിയാക്ട് ചെയ്യുന്നു. ഇതിൻ്റെ രണ്ട് മോളിക്യൂളാണ് റിയാക്ട് ചെയ്യുന്നത്. ഒരു മോളിക്യൂളിൽ ഒരു ആറും ഒരു ഓയും വരും, മറ്റേ മോളിക്യൂളിൻ്റെ 6 മാത്രമേ വരത്തുള്ളൂ. അപ്പോൾ ബാക്കി എന്തുകൊണ്ട്? ഇവിടെ ഒരു ഹൈഡ്രജനും ഉണ്ട്, ഇവിടെ ഒരു OHും ഉണ്ട്. ഹൈഡ്രജനും OHും കൂടെ വാട്ടറായിട്ട് എലിമിനേറ്റ് ആവും, ബാക്കി ROR ഇവിടെ വരും. ഇതിനെയാണ് നമ്മൾ വില്യംസൺസ് കണ്ടിന്യൂസ് ഈതർ സിന്തസിസ് എന്ന് പറയുന്നത്.
സോറി 140 അല്ല, 140 തന്നെയാണ്. അപ്പോൾ ഈ റിയാക്ഷൻ നമ്മളിപ്പോൾ കണ്ടു, ഇവിടെ എഴുതിയിരിക്കുന്നത് 140. ഈ 170 വന്ന് എന്ത് നടക്കും? 170 ഡിഗ്രി സെൽഷ്യസ്. 140 ആണ് വില്യംസൺസ് ഈതർ സിന്തസിസ്, വില്യംസൺസ് കണ്ടിന്യൂസ് ഈതർ സിന്തസിസ് ഞാൻ പറഞ്ഞു. സപ്പോസ് ഈ 140 സ്ഥലത്ത് 170 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ റിയാക്ഷന് ഈതർ ഫോം ആകത്തില്ല. അതിൻ്റെ സ്ഥലത്ത് ആൽക്കീനാണ് ഫോം ആകുന്നത്. എന്താണ്? ആൽക്കീനാണ് ഫോം ആകുന്നത്. എപ്പോഴാണ്? 170 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ വരുമ്പം റിയേജൻറ്റും സെയിം ആണ്, റിയാക്റ്റൻറ്റും സെയിം ആണ്, ടെമ്പറേച്ചർ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. അപ്പോൾ പ്രൊഡക്റ്റ് ഡിഫറെൻ്റ് ആണ് ഫോം ആകുന്നത് ആൽക്കീൻ. അതായത് ഇതിനകത്ത് OH പോവും, അതിൻ്റെ സ്ഥലത്ത് കാർബണിൻ്റെ ബിറ്റ്വീന് ഡബിൾ ബോണ്ട് വരും. പ്രൊഡക്റ്റായിട്ട് എഴുതാം. 2 കാർബണിൽ ഇവിടെ ഉള്ള 2 കാർബൺ എഴുതി നടുക്ക് ഡബിൾ ബോണ്ട് വരും, CH2. ഇതിൻ്റെ കൂടെ വാട്ടറാണ് എലിമിനേറ്റ് ആകുന്നത്. ഇത് സ്പെഷ്യൽ കേസാണ്, ഇത് ഓർത്തിരിക്കണം. യൂഷ്വലി ടെമ്പറേച്ചർ 140 ആണ്, പക്ഷേ 170 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോൾ റിയാജൻറ്റ് റിയാക്റ്റൻ്റ് എല്ലാം സെയിം ആണ്. അപ്പോൾ എന്ത് സംഭവിക്കും? ആൽക്കീനാണ് ഫോം ആകുന്നത്. എന്തിൻ്റെ സ്ഥലത്ത്? ഈതറിൻ്റെ സ്ഥലത്ത്. സോ ഈ ഒരു വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ വില്യംസൺസ് ഈതർ സിന്തസിസ് കണ്ടു, വില്യംസൺസ് കണ്ടിന്യൂസ് ഈതർ സിന്തസിസ് കണ്ടു, ടെമ്പറേച്ചർ കൂടുകയാണെങ്കിൽ ഏത് ഡിഫറെൻറ്റ് പ്രൊഡക്റ്റാണ് ഫോം ചെയ്യുന്നത് കണ്ടു. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ സീരീസിലുള്ള ബാക്കി വീഡിയോ കാണുക. താങ്ക് യു.